സ്കൂളുകൾക്കൊപ്പം ഹൈടെക് ആകുന്നു അംഗനവാടികളും. സ്വിമ്മിംഗ് പൂൾ, പാർക്ക്, AC തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങളാണ് കോഴിക്കോട് ചെക്യാടുള്ള അംഗനവാടിയെ വ്യത്യസ്തമാക്കുന്നത്. 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ നവീകരണം നടപ്പാക്കിയത്. കോഴിക്കോട് ചെക്യാട് 2ാം വാർഡിലുള്ള അംഗനവാടിയാണ് 12 ലക്ഷം രൂപ മുടക്കി നാട്ടുകാരുടെ സഹായത്തോടെ ഹൈടെക് ആകുന്നത്. സ്വകാര്യ വ്യക്തി സൗജന്യമായി 10 സെന്റ് സ്ഥലം നൽകി. ചെക്യാട് പഞ്ചായത്ത് 5 ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട 5 ലക്ഷം രൂപയും ശിശുക്ഷേമ വകുപ്പിന്റെ 2 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഈ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം അത് വരുത്താൻ വേണ്ടി എന്തൊക്കെ നടപടി വേണമെന്നതിൻ്റെ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊരു വിശാലമായ പാർക്ക്, കേരളത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ സ്വിമ്മിംഗ് പൂള്, അതേപോലെ തന്നെ ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത ബിൽഡിങ്, ഓപ്പൺ സ്റ്റേജ്, കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ, എല്ലാ സംവിധാനങ്ങളും അടങ്ങിയ ഒരു അംഗൻവാടിയാണ് ഞങ്ങൾ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഈ പാർക്കും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കെട്ടിടം ശീതീകരിക്കാനുള്ള എയർ കണ്ടീഷണറും പാർക്കിനുള്ള ഉപകരണങ്ങളും സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചു. കൂടാതെ സ്വിമ്മിംഗ് പൂൾ, പുൽമൈതാനം, ഓപ്പൺ സ്റ്റേജ്, പച്ചക്കറിത്തോട്ടത്തിനുള്ള സ്ഥലം എന്നിവ ഒരു ചുറ്റുമതിലിനുള്ളിൽ ഒരുക്കാനും കഴിഞ്ഞു. സ്വിമ്മിംഗ് പൂളിൽ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനും സംവിധാനമുണ്ടാകും. ബാക്കി നിൽക്കുന്ന മിനുക്കുപണികൾ പൂർത്തിയാക്കി അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. 24 കോഴിക്കോട്. അരുൺ ബാബു പറയുന്നു, പഴയ ആളാണ് SK, ഞാൻ രാവിലെ മുതൽ മെസ്സേജ് ഇടുന്നു, SK മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അരുൺ ബാബു, നമ്മൾ മെസ്സേജ് വായിക്കാൻ വേണ്ടി ഇടരുത്. നിങ്ങൾ കാമ്പുള്ള കാര്യങ്ങൾ, ഈ നമ്മുടെ എന്തെങ്കിലും സമകാലിക പ്രശ്നങ്ങളോ ഈ പരിപാടികളെക്കുറിച്ചൊക്കെ അയക്കുമ്പോഴല്ലേ നമുക്ക് വായിക്കാൻ പറ്റും. വിജയനും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സന്ദേശം വായിക്കണേ എന്ന് എഴുതിയാൽ എനിക്കിങ്ങനെ വായിക്കാൻ പറ്റും. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സന്ദേശങ്ങൾ കേൾക്കാനല്ലാതെ വാർത്തകളും മറ്റുള്ള കാര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ കേൾക്കാനിരിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത അലോസരമാകും. അവർ വളരെ കൂടുതൽ വരും നമ്പർ. അപ്പോൾ അവരെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ കാര്യമാത്ര പ്രസക്തമായ സന്ദേശങ്ങൾ അയച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പഴയ പ്രേക്ഷകരൊന്നോ പുതിയ പ്രേക്ഷകരൊന്നുമില്ല. പ്രേക്ഷകർ നമ്മുടെ ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ചിരിക്കും.